അപ്പോൾ അതേക്ക് ഇന്നത്തെ വീഡിയോ പറയുമ്പോൾ ഒരു കിടിലം പോലത്തെ ഒരു റാങ്ക്ഡ് സ്ക്വാഡ് മാച്ചും കാര്യമാണ് ഗേസ്. ഇപ്പോൾ നമ്മുടെ ടീമിലാണെങ്കിൽ അക്കാസി ഉണ്ട്, പിന്നെ 2 റാൻഡം പ്ലേയേഴ്സുമാണ്. അപ്പോൾ ഗേസ് എല്ലാവരും വീഡിയോ കാണാൻ എല്ലാവരും മസ്റ്റായിട്ട് സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്, പിന്നെ ലൈക്ക് അടിക്കേണ്ടതാണ്. കാരണം നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഭയങ്കര കുറവാണ്. നമ്മളെങ്ങനെ ഒരു സബ്സ്ക്രൈബേഴ്സും കൂടി ഒരു വീഡിയോ കാണുന്ന ഓരോരുത്തരും ഒരു സബ് ചെയ്താൽ നമുക്ക് ഭയങ്കര സപ്പോർട്ട് നല്ലതായിരിക്കും. അത് ഓക്കെ. പിന്നെ രണ്ടാമത്തെ ലോങ് വീഡിയോ ആണ്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള കുറവും കണ്ടപ്പോൾ നിങ്ങളെല്ലാവരും കമൻറ്റും കണ്ടിട്ട് പറയുക എന്തൊക്കെയാണ് പ്രശ്നംസ്. എന്നാലും അടുത്ത വീഡിയോ ആകുമ്പോൾ നമുക്കൊക്കെ റെഡിയാക്കാൻ പറ്റും. നമ്മൾ നേരെ മില്ലിലേക്ക് വന്നപ്പോൾ ഇവിടെ എടുത്തതിനെ കണ്ടു. അവനെ നേരെ അടിച്ച് വെട്ടിയാക്കി. പിന്നെ എൻ്റെ സൗണ്ട് ജസ്റ്റ് ഒന്ന് പോയി കിടക്കുകയാണ്, ജസ്റ്റ് പനിയൊക്കെ ആയി. മില്ലിൽ കിടന്ന് നമ്മൾ പെട്ടിയായി സക്സസ്ഫുള്ളി. അങ്ങനെ നമ്മൾ നേരെ ഇവിടെ വന്ന് പറന്നിറങ്ങാൻ വേണ്ടിയിട്ട് ടീമേറ്റ് കാലം പൊക്കാൻ വേണ്ടി വന്നതാണ്. റാൻഡം പ്ലേസ് ഒന്നും പറയല്ല, OP ഗെയിം പ്ലേ. പ്രത്യേകിച്ച് ഇവന് കേസ്, കാരണം ഇവൻ നല്ല രീതിയിൽ റിവൈവും കാലം ചെയ്ത് കളിക്കുന്ന ഒരു പ്ലെയറാണത്. പിന്നെ നമ്മളെന്ത് ചെയ്തു, അതിന് മുമ്പ് ഒരു കാര്യം പറയാനുണ്ട്. അപ്പോൾ നമ്മളെ ഗിൽഡ് ഉണ്ട്. അപ്പോൾ ഗിൽഡിൻ്റെ വീഡിയോ കാണാൻ ഞാൻ ഉടനെ ഇടാം. അപ്പോൾ ആ ഗിൽഡ് വീഡിയോയിൽ കാണുന്ന വരെ മിക്ക പ്ലേസും ഞങ്ങൾ ഗിൽഡിലോട്ട് വരേണ്ടതാണ്. നമ്മുടെ ഗിൽഡിലാണെങ്കിൽ ഇപ്പോൾ കറൻ്റ് 9 പ്ലേസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ വീഡിയോ കാണാത്തവരാണെങ്കിൽ ഈ വീഡിയോയുടെ നേരെ താഴെ ഉണ്ടാവും, നേരെ പോയി കാണാം. ഓക്കെ. അപ്പോൾ നമ്മൾ പിന്നെയും പറന്നിറങ്ങി നേരെ മില്ലിൽ തന്നെ വന്നു. കാരണം മില്ലിൽ ടീമുണ്ട്. ആ ടീമിനെ ഉറപ്പായിട്ട് വൈപ്പിടണം. അത് വാശിയാണ് കേസ് ഗെയിമിൽ. അപ്പോൾ ഇപ്പോൾ ഇവിടെ എടുത്തിട്ടുണ്ട്. അക്കാസോണ്ട് അടിച്ചു പറഞ്ഞു. നമ്മളൊന്നും നോക്കില്ല, കയറിനെ അടിച്ച് ചെക്കനെ VSS വെച്ചാൽ ചെക്കനെ നോക്കിട്ട് കില്ല് കളി ഫിനിഷ് ആയി. അക്കാസം മണ്ടക്കാണ്. അപ്പോൾ അക്കാസം അവിടെ നിന്നൊരു ടീമിൽ പറന്ന് വന്നു. അതിന് നമ്മൾ അടിക്കാൻ നോക്കിയേക്ക് അവക്കിട്ട് പൊട്ടിച്ചേ. നമ്മൾ മെഡിക്കറ്റ് അടിക്കാതെ പിന്നെ ക്രോണ ഇട്ടു. അവിടെ തന്നെ നിൽക്കുകയാണ് ചെക്കൻ. അപ്പോൾ ഞാൻ ക്രോണ പൊട്ടിക്കാൻ നോക്കി. അപ്പോൾ ക്രോണ കാലം പൊട്ടണില്ല. ബാക്ക് കൂടെ പോയിട്ട് അടിക്കാതെ ഇവിടുന്ന് ഒരു വില്ലിയലർ അടിച്ച് നേരെ താഴെ ചാടിക്കാണ്ട് മണ്ടാന്നില്ല പ്ലാനിൽ നിൽക്കുമ്പോൾ ഫോണൊക്കെ സ്റ്റക്കാവാണ്. എന്ത് ചെയ്യാനാണ്, ഫുള്ള് ഒരു കഷ്ടകാരെന്ന് പറയാതെ ഫുള്ള് സ്റ്റക്കിങ്ങാണ്. പിന്നെ നമ്മൾ നേരെ എന്ത് ചെയ്തു, ഇവിടെ വന്നപ്പോൾ ഇവിടെ തന്നെ എനിമിനും കാലം കാണാനല്ല. അതായത് ഈ എനിമി തൊടുക്ക് പോയി എന്ന് ആലോചിക്കണം. അപ്പോൾ അക്കാസ് പറഞ്ഞു ഇവിടെ അടുത്തുണ്ട്, ഓൻ്റെ അടുത്തുണ്ട്, ഒന്ന് വരുമോ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പോൾ ഏതാണ് ഞങ്ങളുടെ വണ്ടി പോകണുണ്ട്. അക്കാസ് പറഞ്ഞു ഞാൻ ഡാമേജും കാലം കൊടുക്കുന്നുണ്ട്, പെട്ടെന്ന് വാരണം. ഗ്ലൂ വാളും കാലം ഞാൻ ബ്രേക്ക് ആക്കിയിരിക്കണേ, പെട്ടെന്ന് വാരണം. അപ്പോൾ അക്കാസ് പറഞ്ഞു അടുത്ത ഗ്ലൂ വാളും കാലം ഇട്ടിരിക്കണം, പെട്ടെന്ന് അടിച്ച് കില്ലിട്ട് പോകണം. ഞങ്ങൾക്കപ്പോൾ ഗ്ലൂ വാളിട്ടിരിക്കുക കൊച്ചു കള്ളൻ. അവനെ നമ്മളെ കുത്തി പിടിച്ചാൽ നോക്കിട്ട് പ്ലക്കി വിട്ടു എന്ന് വേണമെങ്കിൽ പറയാം. കുത്തി പിടിച്ചാൽ ഓട്ടാണ് നേരം ചെയ്ത് അവൻ്റെ കില്ലും കാലം ഫിനിഷാക്കി. നമ്മൾ മില്ലിൽ നിന്ന് ആകപ്പാടെ 3 കില്ലേ നമുക്ക് ആയിട്ടുള്ളൂ. അക്കാസൊക്കെയാണെങ്കിൽ 7 കില്ലും കാലം അയക്കണം. 7 കില്ല്. അക്കാസ ഏതാ കളി അറിയോ? അതിൻ്റെ മേലെ നിന്നാണ് ഫുള്ള് കില്ലെടുക്കലേന് അക്കാസ. SKS കാരണം വെച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു തൊണ്ടയും കാലം അടിച്ചു പോയോണ്ട് ഒരു വർത്തമാനം പറയുമ്പോൾ ഒരു കിച്ചും കാലുണ്ട് കേസ്. ഓക്കെ. അക്കാസാണ് കേസ്. ഇപ്പോൾ ചാവില്ലാതെ നില നിൽക്കുക. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഒരു ലൊക്കേഷൻ കണ്ട്. അപ്പോൾ അവൻ വണ്ടി അവനെ കുത്തി പിടിച്ചാൽ ഡൗൺ ഇട്ട് കേസ്. നെക്ക് പിടിച്ചാൽ ഡൗൺ ഇട്ടുണ്ട്. ആ കില്ല് ഫിനിഷാക്കി തിരിഞ്ഞപ്പോൾ അക്കാസും കാലം പെട്ടിരിക്കണം. അപ്പോൾ അക്കാസിന് കാലം പൊക്കായിരുന്നു വണ്ടി വന്നപ്പോൾ അതെ അവിടെ എനിമീസും കാലം ഉണ്ട് പറഞ്ഞു അക്കാസ്. അപ്പോൾ നമ്മൾ നേരെ എന്ത് ചെയ്തു, ഇരുന്നിട്ട് അക്കാസിനും പിന്നെ ആ OP ടീംമേറ്റിനും പൊക്കി വിട്ട്. മറ്റേതൊരു നൂബാണ് കേസ്. അത്യാവശ്യം കളിക്കാറാത്തൊരു നൂബാണ്, നല്ല രീതിയിൽ കളിക്കാറാത്തൊരു നൂബ് എന്ന് വേണമെങ്കിൽ പറയാനായിട്ട്. ഇവിടെ നിന്നപ്പോൾ എൻ്റെ വീട്ടിൽ SKS എടുക്കണം. ഇനി എന്ത് വേണം ഗായ്സ്, SKS കിട്ടി. നമ്മളെ OP ഗണ്ണ് SKS വെച്ചാണ്ട് നിൽക്കുന്ന അടിക്കൂടെ നമ്മൾ സോണ് കയറാൻ നേരത്തെ അക്കാസ് പറഞ്ഞു എൻ്റെ ലൂട്ട് പോയി അടി എടുത്താലോ എന്ന് ചോദിച്ചു. കാരണം എടുക്കണ്ട, കാരണം അടി പോയാണെങ്കിൽ തീർച്ചയായും നമുക്ക് സോൺ ലേറ്റ് ആവും. പിന്നെ അടിയിലാണെങ്കിൽ ഒരു ടീമും കാലം നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അവരെ തപ്പി നടക്കുകയാണ്. അപ്പോൾ ഞാൻ ലോഞ്ച് അടിക്കാൻ പോയ അക്കാസിനോടാണ് ഫൈറ്റിന് നിൽക്കേണ്ട പറഞ്ഞേക്കുന്നുണ്ട്. അവന്മാർ ഇങ്ങോട്ട് വന്ന് ചൊറിയണ ചെക്കനെ കുത്തി പിടിച്ച് ഡാമേജ് കൊടുത്തു. കഴിഞ്ഞാൽ ഫയർ വേണമെങ്കിൽ എണ്ണം കാരണം കൊടുത്ത് ഒരു ഫയർ കൊടുത്ത് ചെക്കൻ നോക്കുക. അതെന്താണ് കേസ്, നമുക്കിപ്പോൾ ഒരു ക്രോണ ഇട്ടുകാണ് എടുത്ത് മണ്ടി വരുന്നത്. ഇതെന്താ ക്രോണ ഓൻ്റെ ഒപ്പം അനങ്ങണമെന്നാണ് ഞാൻ ആദ്യം ആലോചിച്ച്. അപ്ഡേറ്റ് ചെയ്തതിനു ശേഷം ഫസ്റ്റത്തെ മാച്ചാണ് കേസ്. ഞാൻ നോക്കിയപ്പോൾ ക്രോണ ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മണ്ടുമ്പോൾ ക്രോണ മൂട്ടിൽ കൂടെ വരുന്നത് കേസ്. ഇതെന്ത് മറിമായെന്ന് ആലോചിച്ചോണ്ട് നിന്നപ്പോഴാണ് പിന്നെയാണ് അക്കാതെ പറഞ്ഞത് അതിപ്പോഴത്തെ പുതിയ അപ്ഡേറ്റാണ്. ഗദീനൻ്റെയൊക്കെ ഒരു ടെക്നോളജി. ഇവിടുന്ന് കാലം കില്ലെടുത്തമാരെ പീക്കിൻ്റെ ഇതിനെന്താ എൻ്റെ പേര് ബാർബർ ഷാപ്പിൻ്റെ അടുത്ത് വന്നു. അപ്പോൾ അടുത്ത് അവിടെ മുടി വെട്ടാൻ നിൽക്കണം. അവൻ നമ്മൾ മുടി വെട്ടി നല്ല രീതിയിൽ മുടി വെട്ടി ഷെയ്പ്പാക്കി വിട്ടിക്കണം. ഇനി ചെക്കൻ മേലാടെ നിൽക്കൂല. അപ്പോൾ പോച്ചിനൊക്കെ ഈ സൈഡിൽ വന്നപ്പോൾ ഒരുത്തരം ചില്ലറ കായപ്പൊന്നുമല്ല,
ഗ്ലൂ വാൾ അടിച്ച് പൊട്ടിക്കുക, നമ്മളാണെങ്കിൽ ഇതാക്കാൻ നോക്കുക. അപ്പോൾ നമ്മൾ നേരെ ഇവരെ നെക്കി പിടിച്ചൊരു ഡൗൺ ഇട്ട് അവനൊരു ഇമോട്ടും കാലം കൊടുക്കണം, മസ്റ്റാണ്. അവൻ അത്രയും നമ്മൾ ഇതാക്കിയാണ്. സോണക്ക് കയറാൻ വേണ്ടി പോയ ലക്കാസൻ്റെ ഒരു വിളി, എടാ ഞാൻ ഡ്രോപ്പ് എടുക്കുകയാണ്, ഒന്ന് സപ്പോർട്ട് തരുന്നേ. നമ്മൾ നേരെ നോക്കുമ്പോൾ ഇവിടെ എടുത്ത മണ്ടി അവനൊരു 1 ടാപ്പ് കാണാൻ കൊടുക്കാൻ നോക്കും. ഫസ്റ്റ് മാച്ചല്ലേ, 1 ടാപ്പ് കാണാനൊന്നും കയറിയില്ല. പതിവ് റീകോളിൻ്റെ അങ്ങേയറ്റം അടിച്ചു. ഇപ്പോൾ ടീമേറ്റ് കാലം സപ്പോർട്ടിനും കാലം കയറി വന്നു. അപ്പോൾ അവിടെ നോക്കെടുക്കുക, ആ നോക്കിന് 1 ടാപ്പ് കാണാൻ കൊടുത്ത് ഫിനിഷ് ആക്കി. നമ്മൾ ടീമേറ്റ് ഇവനെ എടുത്തു. ടീമേറ്റ് ഇല്ലോണ്ട് ഇവനും കൂടി എടുക്കാൻ പറ്റിയ നമ്മൾ സോണ് പോകണ ഇതിൻ്റെ നെറ്റ് ജസ്റ്റ് ഒന്ന് പോയി, അതേമാതിരി വന്നും ചെയ്തു. ഒന്നൊക്കെ എപ്പുറത്തേക്കാണ് സ്പോണത്. അപ്പോൾ നേരെ നമ്മൾ അങ്ങോട്ട് മണ്ടി അക്കാസിനെ അപ്പോൾക്ക് എനിമീസ് അക്കാസിനെ അടിച്ച് വെട്ടിയാക്കി. അത് അങ്ങനെയാണല്ലോ, അക്കാസിനെ അടിച്ച് വെട്ടിയാക്കി. നമുക്കിപ്പോൾ ഇവിടെ എടുത്ത് നിൽക്കണം. അവന് നല്ലൊരു ഹെഡും കാലം കൊടുത്ത് അവനെ ഡൗൺ ആക്കിയാണ്ട് അവന് കാലം ഫിനിഷാക്കി. പിന്നെ നമ്മളെ ഫ്രണ്ട്, അതായത് നമ്മളെ ടീമേറ്റ് നോക്കായി കിടക്കുന്നുണ്ട്. പൊക്കിയാലായിരുന്നു. പിന്നെ അവിടുന്ന് പീക്കുന്നൊരു ടീം കാലം വരുന്നുണ്ട് എന്ന് അക്കാസ പറഞ്ഞാണ്. നേരെ ലോഞ്ച് അടിച്ച് സോണിൽ കയറി. ഇനി സോൺ ഔട്ട് കിടന്ന് കളിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും പെട്ടിയാവുന്ന ഉറപ്പാണ്. കാരണം എൻ്റെ നെറ്റിനും സ്ലോഗാണ്, അതേമാതിരി ഫോണാണെങ്കിൽ ഒടുക്കത്തെ ലാഗാണ്. ഇപ്പോൾ തന്നെ സോണിൻ്റെ ഇവിടെ നിന്ന് സ്റ്റക്ക് ആവണ്ടാകെ എന്തൊക്കെ കിടന്നിരിക്കാനാണ്. ലാസ്റ്റ് ഒക്കെ 10 അലൈവും ഉണ്ട്. 10 കില്ലെടുത്ത് കേസ് നമ്മൾ കറൻലി 10 കില്ലെടുത്ത്. 11ാമത്തെ കില്ലും കാലം എടുക്കാൻ വന്നാണ്. ഇവിടെ 11ാമത്തെ കില്ലും കാലം ഫിനിഷ് ആയിക്കാണ്ട് മണ്ടേക്ക് പിന്നെ കയപ്പാണ് കേസ് കാട്ടിയത്. ഞാൻ ഈ വീടിൻ്റെ മണ്ടയ്ക്ക് എനിമീസ് ഉണ്ടായാലും ഇവരൊരു 1 ടാപ്പ് കാണാൻ കൊടുക്കാൻ പെണ്ണുമ്പോൾ കയറിയില്ല എന്ന് മാത്രമല്ല, ഞാൻ ജസ്റ്റ് അവരെ അടിക്കാൻ വേണ്ടി പോയി. ലാസ്റ്റ് ഞാൻ മാത്രമുള്ള ടീം. നമ്മൾ നേരെ എന്ത് ചെയ്തു, അക്കാസിന് എല്ലാവരും പൊക്കി വിട്ടാണ് നേരെ ഇങ്ങോട്ട് പറന്നു മണ്ടി വന്നു. മണ്ടക്ക് വരുത്താൻ നിൽക്കണം, ഇവിടെ വാറ വെട്ടി നിൽക്കുക. രണ്ടാളും കൂടി അടിച്ചാണ് വെട്ടിയാക്കി. പിന്നല്ല അക്കാസിയും ഈ 0 കില്ലെടുത്ത പ്ലെയറുമാണ് ഈ കെല്ലിപ്പെണ്ണ്. നമ്മളെന്ത് ചെയ്തു, അക്കാസിനെ സ്പെക്കിട്ട് അക്കാസാണ് 7 കില്ലിങ്ങനെ എടുത്ത് സെറ്റായി നിൽക്കുകയാണ്. അക്കാസ് ഫുൾ പവർ. പിന്നെ അക്കാസിൻ്റെ എവിടെയാണ് സ്പൈഡർമാനാണ്. ഏതൊരു വീടിൻ്റെ മണ്ടക്ക് കയറും, അവിടുന്ന് സാഞ്ചിലോട്ട് അടിക്ക് പോവും. അതാണ് പരിപാടി. നമുക്കിപ്പോൾ സാഞ്ചിലോട്ട് അവിടെ നേരെ അടിക്ക് പോയി. ഞാൻ പറഞ്ഞില്ലേ, അത്രേ ഉള്ളൂ. അത് പിന്നെ ഗെയിം പ്ലേ കഴിഞ്ഞ ശേഷം റെക്കോർഡാക്കണതാണ്. അതുകൊണ്ടാണ് അതിൻ്റെ ഇതൊക്കെ ശരിക്കും കാണാത്തത്. നോക്കിയപ്പോൾ ഇന്ന ആകെപ്പാടുള്ളത് 8 പ്ലേയേഴ്സാണ്. അക്കാസാണെങ്കിൽ മൂവ്മെൻ്റൊക്കെ ഇട്ട് നെയ്സിന് മണ്ടേന്. അതിൻ്റെ ഇടയിൽ കൂടെ അക്കാസിൻ്റെ റേഞ്ച് കയ്യിലും പോയി. അക്കാസിനോട് അടിച്ച് വെട്ടിയാക്കി ഞങ്ങളെ കയ്യിൽ നിന്ന് പോയി. ഓക്കെ, ബൈ ഗൈസ്.